തീരദേശവാസികളായ സഹോദരങ്ങളുടെ സുരക്ഷയും അഭിമാനവും ഉറപ്പുവരുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. കടൽത്തീരത്ത് 50 മീറ്റർ പരിധിക്കുള്ളിൽ താമസിക്കുന്നവർ നേരിടുന്ന ഭീഷണി വളരെ വലുതാണെന്ന് നമുക്കറിയാം. ഈ സാഹചര്യത്തിൽ അവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് പുനരധിവസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2450 കോടി രൂപ ചെലവിൽ സംസ്ഥാന ഗവൺമെൻറ് ബൃഹത്തായ പുനർഗേഹം പദ്ധതി ആവിഷ്കരിച്ചത്. 2019-20 സാമ്പത്തിക വർഷം ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇതുവരെ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതത്തിന് സുരക്ഷയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പദ്ധതി പ്രകാരം 9108 കുടുംബങ്ങളാണ് നിലവിൽ മാറി താമസിക്കാൻ സന്നദ്ധരായത്. കോഴിക്കോട് ജില്ലയിലെ കോയിപ്പാടിയിൽ പൂർത്തീകരിച്ച ഫ്ളാറ്റ് സമുച്ചയത്തിൻ്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുന്നതിന് എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തീരദേശ ജനതയ്ക്ക് മികച്ച പാർപ്പിടം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ 23.20 കോടി രൂപ ചെലവഴിച്ചാണ് കോയിപ്പാടിയിൽ ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. തീരദേശത്തിൻ്റെ ഭൂപ്രകൃതിയും പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ട് ഇവിടെ 120 ഫ്ളാറ്റുകളാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ബ്ലോക്കിൽ ഉൾപ്പെടുന്ന 24 ഫ്ളാറ്റുകൾ ഗുണഭോക്താക്കൾ കൈമാറുന്നതിലൂടെ ഒരു പുതിയ ജീവിതത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. ഈ പദ്ധതിയുടെ സവിശേഷത ആവശ്യക്കാരായ എല്ലാവരിലേക്കും ഗുണഫലം എത്തിക്കുക എന്നതാണ്. പുനർഗേഹം പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് പുറമെ ലൈഫ് ഭവന പദ്ധതി അർഹതാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും ഇതുവരെ ആനുകൂല്യം ലഭിക്കാത്ത ഭൂരഹിതരായ മത്സ്യത്തൊഴിലാളി കൂടി ഫ്ളാറ്റ് അനുവദിക്കുന്നതിന് സർക്കാർ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്.